അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നിസ്കാരം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 വഖത്ത് നിസ്കാരം അവന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതിന് ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളുമുണ്ട്. ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് ഔറത്ത് മറക്കുക, നഗ്നത മറക്കുക എന്ന് പറഞ്ഞത്. പുരുഷന് അവൻ്റേതായ ഔറയും സ്ത്രീകൾക്ക് അതിൻ്റേതായ ഔറയുമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് 4 ഔറയാണ്, 4 അവസരത്തിലുള്ള ഔറയാണ് നമുക്കറിയാം. ഒന്ന്, നിസ്കാരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ നിർബന്ധമായി മറഞ്ഞിരിക്കണമെന്നാണ്. വുളൂഇൽ മുഖം കഴുകുന്ന സ്ഥലത്ത് ഒറൻ മുഹജ്ജിലീൻ, മുഖവും കൈകാലുകളും കയറ്റിക്കഴുകിയത് കൊണ്ട് അവിടെ പ്രകാശിതമായവർ എന്ന് പരലോകത്ത് എൻ്റെ സമുദായത്തെ വിളിക്കപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഫിഖഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാവുന്നതാണ്. നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് കയറ്റി കഴുകണം, ചെവി അടക്കം കഴുകുക, വീതിയിൽ താഴെ താടിയലിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മളെ ഉമ്മമാരൊക്കെ കാണാം, ഇങ്ങനെ കഴുത്തൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് കഴുത്തിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ പരടിയിലേക്കൊക്കെ കയറ്റിയിട്ടൊക്കെ കഴുകുന്നത് കാണാം. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ് വേണ്ടത്? അതൊന്ന് കയറ്റി കഴുകുകയാണ്. ഫറളായ സ്ഥലം കഴുകി എന്ന് ഉറപ്പ് വരുത്താൻ അവിടുന്ന് കുറച്ചും കൂടി കയറ്റി കഴുകിയാലാണ് ആ സ്ഥലം കഴുകി എന്ന് ഉറപ്പ് വരികയുള്ളൂ. എങ്കിൽ അവിടെ കയറ്റി കഴുകണമെന്നാണല്ലോ. അപ്പോൾ അവിടെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റി കഴുകുന്നത്. അപ്പം പരമാവധി നമ്മൾ ഈ കീഴ്ത്താടിൻ്റെ താഴത്തേക്ക് നമ്മൾ താഴ്ത്തിയിട്ട് കഴുകുകയാണ് ചെയ്യുക. എന്നാൽ സ്ത്രീ മുഖമക്കന ധരിക്കുന്ന സമയത്ത് അവൾ എന്താ ചെയ്യേണ്ടത്? അവിടെ ഔറത്ത് മറക്കുക എന്നുള്ളത് ഷർത്താണല്ലോ. അപ്പോൾ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് സലാം വീട്ടുന്നത് വരെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വട്ടം ഔറത്ത് വെളിവായാൽ അത് തത്സമയം തന്നെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുഖമക്കന സ്ത്രീകൾ, ഉമ്മമാരൊക്കെ, സഹോദരിമാരൊക്കെ മുഖമക്കന ധരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അവരുടെ മുഖമക്കനൻ്റെ ഈ ഭാഗം ഇവിടേക്കായിരിക്കും ഉണ്ടാവുക, ഇവിടെയൊക്കെ തുറന്നിട്ടിട്ടുണ്ടാകുക. എന്നാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മുഖമക്കന ഇതുവരെ പാടുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെയാണ് മറക്കുക. ഒരൊറ്റ മുടി പോലും അവിടെ വെളിവാകാൻ പാടില്ല. കാരണം മുടി മുഖത്തിൽ പെട്ടതല്ലല്ലോ, തലയിൽ പെട്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ വെളിവായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഔറത്ത് മറക്കുക എന്നുള്ള ആ ഷർത്ത് അവിടെ പാലിക്കപ്പെടാതിരിക്കുമ്പോൾ നിസ്കാരം അവിടെ ബാത്തിലാവും. അതുപോലെ തന്നെ അപ്പം എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ആ മുഖമക്കാൻ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഈ രീതിയിൽ ഇങ്ങനെ വരും, ഈ രൂപത്തിൽ ഭാഗത്തിലൂടെ വരും. പക്ഷേ അവിടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മുഖമക്കൻ അവിടെ ശരിക്കും പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണഗതിയിൽ ഇവിടെ ആയിരിക്കും മുഖമക്കനൻ്റെ ഈ ഭാഗം ഉണ്ടാവുക. അങ്ങനെ പോരാ. കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ വെളിവാകുകയാണല്ലോ. അപ്പോൾ അത് ഔറത്ത് വെളിവാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടും കൂടി എന്ത് വേണം? ഇത്ര രീതിയിൽ ഈ ഒരു രീതിയിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംവിധാനം മുഖമുക്കന അലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാച്ചാൽ അവിടെ പിടുത്തം കിട്ടുന്ന രീതിയിൽ, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ അവിടെ ചെയ്യണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇങ്ങോട്ട് മുഖമുക്കന താഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വെളിവാകും. അപ്പോൾ അത് മുഖത്തിൻ്റെ പരിധിയിൽ പെട്ടതല്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ ഔറത്ത് മറക്കുമ്പോൾ നമ്മളത് മുഖത്തിൻ്റെ പരിധിയിൽ പെട്ടതായിട്ടല്ല കൂട്ടുക. അതായത് നേരത്തെ പറഞ്ഞത് മുഖം കഴുകുമ്പം എന്താണ് അത് ആ മുഖത്തിൽ പെട്ടതായിട്ടും കൂട്ടും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്. മുഖമക്കന ധരിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ മുഖത്തിൽ ഇങ്ങനെ ഇത്രേ പെടുത്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ മുഖത്തിൻ്റെ ഇതല്ലാത്ത പരിധിയിലാണ് പെടുക. അപ്പോൾ ഔറത്ത് വെളിവായി എന്നുള്ള രീതിക്കാണ് നമ്മൾ കൂട്ടേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് മുഖമല്ലാത്ത ഒരു ഭാഗം വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെയാണ് മുഖമക്കന ധരിക്കേണ്ടത്. അപ്പോൾ അത് അലാസ്റ്റിക് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇതാക്കി, അല്ലെങ്കിൽ വേറെ പിൻ ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ അവിടെ ഉറച്ച രീതിയിൽ ആക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ചില സ്ത്രീകളുടെ, ഉമ്മമാരുടെ, പെങ്ങന്മാരുടെ നിസ്കാരക്കുപ്പായത്തിൻ്റെ കൈകൾ ഇങ്ങനെ എൻ്റെ ഈ കോട്ട് പോലെ അപായപർദ്ദ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കും. എന്നാൽ മിക്കവാറും സ്ത്രീകളുടെ നിസ്കാരക്കുപ്പായം എന്നുള്ളത് വളരെ സോഫ്റ്റായിട്ട് മടങ്ങി ചുളിഞ്ഞ് കുഴഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മുൻകൈ മാത്രമേ ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ മുൻകൈ മാത്രം ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ കോഴൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുള്ളൂ.
എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ കയ്യിലാണ് പെടുക. അപ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് എന്താവും, ആ നിസ്കാരക്കുപ്പായത്തിൻ്റെ ആ സ്ലീവ് ഫുൾ സ്ലീവ് ആണല്ലോ, അതിങ്ങനെ ഇറങ്ങുമ്പോൾ അകറത്ത് അവിടെ ഒഴിവാകും. ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? നിസ്കാരക്കുപ്പായം അടുപ്പിച്ചുമ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, അലാസ്റ്റിക് വെച്ചിട്ട് അവിടുന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറയുന്ന കൈ പൊന്തിക്കുന്ന സമയത്തും തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തൊക്കെ എന്താൻ പാടില്ല, ആ സ്ലീവ് താഴത്തേക്ക് ഊർന്നിറങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഇവിടുന്ന് ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിട്ട് ഈ പെരുവിരലിൻ്റെ ഇവിടെ എങ്ങനെയാണ്ട് കുളത്തിയിട്ടാലും മതി. അപ്പോൾ അവിടുന്ന് ചുരുക്കി പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോരാത്ത രീതിയിലായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിനിടയിൽ എപ്പോഴെങ്കിലും വെളിവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും, ചോർന്നു പോകും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഔറത്ത് വെളിവാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി ഇറങ്ങി പോകുന്നത്, മുഖത്തേക്ക് വരുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. തലമുടി ഫുള്ളായിട്ട് ശരിക്കും മറയണം. മുഖം മാത്രമേ ഒഴിച്ചിടാൻ പാടുള്ളൂ. അതുപോലെ മുൻകൈ മാത്രമേ ഒഴിച്ചിടാൻ പാടുള്ളൂ. വേറെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഈ കാര്യം നിങ്ങൾ നല്ലോണം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് നല്ലത്, നമ്മൾ അറിയാതെ ബാത്തിലായി പോവുകയാണ്. അപ്പം ഇത് നല്ലൊരു അറിവാണ്. നിങ്ങളെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് ഈ നന്മ എത്തുള്ളൂ. നിങ്ങൾ കമൻറ്റുകളിൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാ അല്ലെങ്കിൽ മാഷാ അല്ലാഹ് എങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം, മറക്കരുത്. ഇതിൻ്റെ ലിങ്ക് നിങ്ങളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പിന്നെ വാട്സാപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കൊക്കെ ഈ നന്മ, ഈ അറിവ് എത്തട്ടെ. പല ആളുകൾക്കും ഇതൊന്നും അറിയില്ല. പിന്നെ അവർക്ക് അങ്ങനത്തെ ഒരു പഠനം കിട്ടാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും പല ആളുകൾക്കും ഇങ്ങനത്തെ ഗൗരവപ്പെട്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വളരെ സത്യം. അപ്പോൾ അവരുടെ അറിവിലേക്കായി നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.